ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാട്ടിലെ നമ്മുടെ കുന്തിരിക്കം പന്തം എന്ന് പറഞ്ഞ സാധനം തപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിന് കൊണ്ടുപോകുന്ന ഈ രവി എന്ന് പറഞ്ഞ ഇയാളാണ്. രവിയേട്ടാ ഒന്ന് തിരി നമ്മളെ പ്രേക്ഷകരോടൊരു ഹായ് പറയും. അപ്പോൾ പുള്ളിയാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് പോയി നോക്കാം. പുള്ളി പറഞ്ഞ ഒരുപാട് വിലേൻ്റെ സാധനമാണ് ഈ പന്തം, അത്യാവശ്യം നല്ല വിലയുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നൊക്കെ. രവി എല്ലാ വർഷവും വരലുണ്ട് അവിടെ? ശരി. നമ്മുടെ ആനശല്യം ഒക്കെ ഉള്ള സ്ഥലം അല്ലേ? ആനശല്യം ഇല്ല, ആനശല്യം ഉണ്ടോന്ന് ആനക്കുണ്ടാവും ആണല്ലേ? അത് ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? പുലി, കടുവ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലേ? അത് ശരി. അതെ അതെ. ആൾക്കാരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലേ ഇതുവരെ? അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട്. വയനാട്ടിലാക്കുകയല്ലേ മൊത്തത്തിൽ കച്ചറ. ഓക്കെ, നമുക്ക് ഒരുപാട് പോകണ്ടോ? ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ? ഒരു 2 കിലോമീറ്റർ എന്തായാലും ഉണ്ടല്ലേ നടക്കാൻ? അത് ശരി. ഇത് സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന വഴിയാണോ? നമ്മളെ കോളനിയിലൊക്കെ ഉള്ള ആൾക്കാർ, ആനയും കോളനിയിലെ ആൾക്കാർ തേനെടുക്കാനും എല്ലാത്തിനും പോകുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ കുന്തിരിക്കം പന്തം എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് സാധനം. അത്യാവശ്യം നല്ല വിലയല്ലേ രവിന്? ഇതെന്തിനാ പറ്റിയ ശരിക്കും? ഔഷധമാണോ അല്ലെങ്കിൽ അമ്പലത്തിലോ? പിന്നെ ഫർണിച്ചർ ഇതെന്താക്കാനാ? തടിക്ക് ഉരുക്കി നല്ല പെയിന്റ് ഫിനിഷിങ് കിട്ടും. ആണോ? അങ്ങനത്തെ ഒക്കെ പരിപാടി. അത്യാവശ്യം നല്ല വിലയുണ്ടല്ലേ? നല്ല വിലയുണ്ട്. അത് ശരി. ഇത് നിങ്ങളിപ്പോൾ എവിടെയാണ് കൊണ്ടു കൊടുക്കൽ? സൊസൈറ്റി നിങ്ങളെ സൊസൈറ്റി ഉണ്ടാവില്ലേ? ഇത് തേന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ? ആണല്ലേ? ഇപ്പോൾ ഏകദേശം നമ്മളൊരു 1.5 മണിക്കൂർ നടന്നില്ലേ? ഓക്കെ. പിന്നെ ഈ മരത്തിന് എന്താ പറയുക? ഇത് ഉണ്ടാകുന്ന മരത്തിന് കുന്തിരിക്ക മരം. വേറെ പേരൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ സാധാരണ പൊട്ടി ഒലിക്കലാണോ അല്ലെങ്കിൽ നമ്മളെ വെട്ടിയിട്ടണോ നമ്മള് ഇങ്ങനെ അതിൻ്റെ പരിപാടി? അല്ലാതെ തന്നെ എങ്ങനെ തന്നെ വരും. വെട്ടണോ? വെട്ടണമെന്നില്ല, ഇതിപ്പോൾ തന്നെ ഒലിച്ചു പോകുന്ന. അപ്പോൾ ഇപ്പം അമ്മ വാക്കത്തിണ്ട് വെട്ടിയിട്ട് വേണോ? കൊത്തിയതാണോ? ഓക്കെ. അത്യാവശ്യം നല്ല മണം ഉണ്ടല്ലേ ഇതിന്? കൊതുക് തിരി നിർമ്മാണത്തിനൊക്കെ പറ്റുമോ ഈ സാധനം? കൊതുക് തിരി ആണല്ലേ? പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന സാധനം. ഇത് മുകളിൽ വരെ നമ്മൾ വെട്ടിയിട്ട് അത്രയും കിട്ടുമോ? അല്ലെങ്കിൽ താഴ്ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പാകത്തിന് ഒരു പരിധിവരെയൊക്കെ നമ്മൾ വിട്ടാൻ പറ്റും. മറ്റേ മരം ഉണങ്ങിപ്പോയില്ലേ? ശരി. ഓക്കെ. ഉണങ്ങാതിരിക്കാൻ അപ്പോൾ കൊത്തിക്കഴിഞ്ഞാൽ നമ്മൾ വാക്കത്തിൽ വെട്ട് വാങ്ങട്ടെ, ഉണങ്ങിപ്പോവില്ല? ഇല്ലല്ല, അങ്ങനെ കറങ്ങനെ വന്നോണ്ടിരിക്കും. അല്ല, ഉള്ളിലേക്ക് എത്തിയാലേ ഉണങ്ങിപ്പോവോ? ഇതിനൊക്കെ ഒരു കാലങ്ങളുണ്ട്. ഇത് അതിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അല്ലാതെ നമ്മൾ വെട്ടുന്ന കാരണം കൊണ്ട് ഉണങ്ങിപ്പോവില്ലല്ലേ? എന്നാൽ വെട്ടിപ്പൊളിച്ചെടുക്കല്ലേ നമ്മൾ സാധനം? ഓക്കെ. എടുത്തു. നമ്മൾ രവി ഇപ്പോൾ കുന്തിരിക്കം കൊത്തിയെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ലേ ഇത് കൊത്തല്? ഇത് അധികം പഴക്കമായിട്ടില്ലല്ലേ? പ്രാവശ്യം ആരോ കൊത്തിപ്പോയതല്ലേ? ഇത് ഇപ്പോൾ കുറവാണ്. ശരി. ഇങ്ങനെയല്ലേ സാധനം ഉണ്ടായ? ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊത്തി നമ്മളെ ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും? പിന്നെ മരം മൊത്തം വട്ടത്തിൽ കുത്തിയിടും? ഇല്ല, ഈ കൊത്തി തന്നെ മതിയോ? അങ്ങനെ ആയിക്കോളൂ. അങ്ങനെ ആയിക്കോളൂ. അത് ശരി.
ഇത് അങ്ങനെ തന്നെ വരുന്നത്. ആ ശരി. മരം നമ്മളെ പിന്നെ തുടർച്ചയായിട്ട് വെട്ടിയാൽ ആ മരത്തിന് കേടായിരിക്കും അല്ലേ? മരത്തിന് കേടാണ്. ആഹാ ഓക്കെ. ആ ഇങ്ങനെ പാളെ അടുപ്പിച്ച് വെക്കും അല്ലേ മേലേന്ന്? ഒന്നുകൂടെ കൈക്കൊടാലി അല്ലേ നല്ലേ? നമ്മൾ തെറിച്ച് പോവില്ല. ആ ഓക്കെ ഓക്കെ. എന്നാൽ ശരി, നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ. നല്ല മണമുണ്ടല്ലേ ഇതിന്? നല്ല മണമുണ്ട്. ഓക്കെ 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 ഓക്കെ. രവി ഇപ്പം എത്ര വർഷമായി ഇത് ഇവിടെ വന്ന് എടുക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് വർഷം. എല്ലാ വർഷവും വരുമല്ലേ? എല്ലാ വർഷവും വരുമല്ലേ? അത് ശരി. ഓക്കെ, ഏകദേശം ഇതൊരു 4-5 കിലോ ഒക്കെ ഉണ്ടാവില്ലേ? ആ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ. ആ ആ. അപ്പോൾ ഒരാൾപ്പൊക്കത്തിൽ മാത്രമേ നിങ്ങൾ എടുക്കുകയുള്ളൂ അല്ലേ? അതിൽ കൂടുതൽ കയറി ഏണിയൊന്നും വെച്ച് കെട്ടി എടുക്കുകയല്ലേ? ഏണിയൊന്നും വെച്ച് കെട്ടി എടുക്കുക. അതിൽ പിന്നെ ഒരു 4-5 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ, സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. ആ ശരി. ഓക്കെ ഓക്കെ. ഇപ്പം